ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ ഹിന്ദു ജനസംഖ്യ 2051 50% താഴെയാവുമോ? ഈ ഒരു സാധ്യതകളാണ് ബോംബെയിലെ ഒരു പഠന ഗവേഷണ കേന്ദ്രം നൽകിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും എടുത്തു പറഞ്ഞത് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജനസംഖ്യ ഡെമോഗ്രാഫിക് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ, ഇപ്പം അത് ത്രിപുരയിലാണെങ്കിലും അസമിലാണെങ്കിലും പശ്ചിമ ബംഗാളിലാണെങ്കിലൊക്കെ തന്നെ നുഴഞ്ഞുകയറ്റം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരായ ചില നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ ബോംബെ, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈക്കകത്ത് ബംഗ്ലാദേശി, മ്യാൻമർ മുസ്ലിങ്ങൾ വ്യാപകമായി കടന്നു കയറി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തന്നെ മുംബൈ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസി എന്ന പഠന ഗവേഷണ കേന്ദ്രം നടത്തിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഈ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന വസ്തുത. ഏതാണ്ട് 7000-ഓളം പേരെയാണ് ഈ പഠന ഗവേഷണ കേന്ദ്രം നേരിട്ട് കണ്ടത്. അതിൽ തന്നെ 3102 പേർ അവർ ബംഗ്ലാദേശി, മ്യാൻമറിൽ നിന്ന് വന്ന ബംഗ്ലാദേശികളിൽ നിന്നോ മ്യാൻമറിൽ നിന്ന് വന്ന ആളുകളാണ്. അതിൽ 95% മുസ്ലിങ്ങളാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും അത്ഭുതാവഹമായ വസ്തുത, കഴിഞ്ഞ 12-13 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും ആളുകൾ ബോംബെയിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലായിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരവിടെ കഴിയുന്നത്? ഇപ്പോൾ ഇവർക്ക് ആധാർ കാർഡുണ്ട്, ഇവർ വോട്ടർ പട്ടികയിൽ ചേർന്നിരിക്കുന്നു. പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ പങ്കെടുക്കുന്നു, നഗരസഭാ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു, അതേപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അവർ വോട്ട് ചെയ്യുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന, മ്യാൻമറിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ കടന്നു കയറാൻ കഴിയുന്നത്? അപ്പൊ ഇതിന്റെ പിറകിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. ബോംബെയിൽ തന്നെ നേവിയുടെ ഒക്കെ പരിസരത്തുള്ള ചതുപ്പ് പ്രദേശങ്ങളൊക്കെ തന്നെ അവർ പെട്ടെന്ന് ഹട്ടുകളൊക്കെ തന്നെ, കുടിലുകളൊക്കെ ഉയർന്നു വരുന്നു. അത് വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുടിലുകളാണ് ഉയർന്നു വരുന്നത്. ഇവർക്ക് പണം ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏതൊരാളുടെ അക്കൗണ്ടിലേക്കും 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ അക്കൗണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്വേഷണം വരികയാണ്. പക്ഷെ ഇവരുടെ കയ്യിലേക്ക് 20 ലക്ഷത്തോളം രൂപയൊക്കെ ചെല്ലുന്നു എന്നുള്ളതാണ് കണക്കുകളിലൂടെ വ്യക്തമാവുന്നത്. പക്ഷെ ഒരു അന്വേഷണവും ഇവിടെ നടക്കുന്നില്ല. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് തന്നെ വോട്ടർ പട്ടികയിൽ ഇവർക്ക് കയറാൻ പറ്റുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആധാർ കാർഡുണ്ട്, ഇവർക്ക് വോട്ടർ ID കിട്ടുന്നു. ഇവര് ഒരു സ്ഥലത്ത് എത്തിയ ഉടനെ തന്നെ ഇവരെ സഹായിക്കാനുള്ള നെറ്റ്വർക്ക് നടക്കുകയാണ്. ഇവരാദ്യം തന്നെ ഒരു പള്ളി ഉണ്ടാക്കുക. പള്ളി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന മുസ്ലിം പള്ളികളെ പോലെ ഡൂമുകളോ മിനാരങ്ങളോ ഒന്നും ആദ്യം ഉണ്ടാവില്ല. ആദ്യം ചെറിയ രീതിയിലാണ് ഉണ്ടാവുന്നത്. അവർ വെള്ളിയാഴ്ച ഒരുമിച്ച് ചേരുന്നു. അങ്ങനെ പിന്നീട് അവരെ പലരും സഹായിക്കുകയാണ്. അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ സഹായിക്കുന്നു, അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. വോട്ടർ പട്ടികയിൽ ചേരുന്നതോടുകൂടി ഇവർ സംഘടിതമായിട്ട് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. അപ്പൊ അതോടുകൂടി ആ സ്ഥാനാർത്ഥിയുടെ ചുമതലയായിട്ട് മാറി ഇവരെ സംരക്ഷിക്കുക. അപ്പൊ ഒരു ബൾക്കായ വോട്ട് ലഭിക്കുന്നു. അതിന് പ്രത്യുപകാരമായിട്ട് അവരുടെ സംരക്ഷണം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ 3102 പേരും ഇങ്ങനെ വോട്ടർമാരായതും അവർക്ക് ആധാർ കാർഡ് ലഭിച്ചതും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പഠനമാണ് വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഇങ്ങനെ ഒരു ശ്രമത്തെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കാര്യമായിട്ട് കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ നഗരത്തിനകത്ത് ഇവർ കടന്നു കയറിയിരിക്കുന്നു. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം, അധികാരി വിഭാഗം അവിടെയുണ്ട്. പലരും 3000 രൂപ മുതൽ അല്ലെങ്കിൽ 10000 രൂപ മുതൽ 30,000 രൂപ വരെയൊക്കെ വാങ്ങിയിട്ടാണ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വോട്ടർ പട്ടികയിൽ അംഗത്വം കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള രേഖകൾ, അവർക്ക് മറ്റ് പല രേഖകളും അവർക്ക് നൽകുന്നത്. അപ്പൊ ഈ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ പിന്നീട് അവർ വോട്ടർ പട്ടികയിൽ കയറുന്നത്. ഇവർക്ക് ആധാർ കാർഡ് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയൊരു റാക്കറ്റ് മുംബൈയിലകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം.
ഇപ്പൊ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 1951 മുംബൈയിലെ ജനസംഖ്യയിൽ 88% ഹിന്ദുക്കളായിരുന്നു. ആ 88% ഹിന്ദുക്കളായിരുന്ന ആ ഹിന്ദു ജനസംഖ്യ 2011 അവസാനത്തെ സെൻസസ് പ്രകാരം അത് 66% കുറഞ്ഞു. ഇനി വീണ്ടും കുറഞ്ഞിരിക്കും, കാരണം പിന്നീട് കുറെ വർഷം 2011 കഴിഞ്ഞു, 2026 അടുത്ത സെൻസസ് വരാൻ പോകുന്നേ ഉള്ളൂ. അതേ സമയത്ത് മുസ്ലിം ജനസംഖ്യ 8%, 1951 മുംബൈയിലെ 8% നിന്ന് അത് എത്രയായി ഉയർന്നു? 21% 2011 ഉയർന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇതൊരു സ്വാഭാവികമായ വളർച്ചയല്ല എന്നാണ് ഈ പഠന ഗവേഷണ സംഘം കണ്ടെത്തത്. ആസൂത്രിതമായ ജനസംഖ്യാ വർധനവ് കൂടി ഇവിടെ നടക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു നെറ്റ്വർക്ക് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകളൊക്കെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും ജനസംഖ്യാ വിസ്ഫോടനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഡെമോഗ്രാഫിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് തന്നെ ഇത് അരങ്ങേറുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, മുംബൈയെ പോലുള്ള സ്ഥലങ്ങൾ ഹിന്ദുത്വ സംഘടനകളുടെ വലിയൊരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. മുംബൈയിൽ ശിവസേനയുണ്ട്. ആ ശിവസേന തന്നെ 2 വിഭാഗങ്ങളുണ്ട്. അതുകൂടാതെ അക്രാമികമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുണ്ട്. ആദിത്യ താക്കറെ, ഉദ്ധവ് താക്കറെ, അതുപോലുള്ള നേതാക്കന്മാരുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മുംബൈക്കകത്ത് മുസ്ലിം സംഘടനകൾ വളരെ ആസൂത്രിതമായ രീതിയിൽ വളരുന്നു. അത് അവർക്ക് ജനസംഖ്യയിൽ വലിയ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നു. വിദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ പട്ടികയിലും ആധാറും ഒക്കെ നേടാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഭീതിതമായ ഒരു അവസ്ഥയാണ്. എപ്പോഴാണ് നമ്മുടെ അധികാരികൾ ഇക്കാര്യത്തിൽ കണ്ണു തുറക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ പ്രശ്നം.